ഇന്നത്തെ ടോപ്പിക് ചിക്കൻഗുനിയനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ചിക്കൻഗുനിയ വന്നാൽ കുറേ പേർക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻറ്റ് പെയിൻ വരും. സോ ഇന്നത്തെ ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഇപ്പോൾ ചിക്കൻഗുനിയ എന്താ? ചിക്കൻഗുനിയയുടെ അർത്ഥം തന്നെ കുഞ്ഞിട്ട് അല്ലെങ്കിൽ വളഞ്ഞിട്ട് നടക്കുക. അതൊരു ആഫ്രിക്കൻ ടേമാണ്. ഈ ഡിസീസിന് പ്രത്യേകത എന്താ? സിവിയർ ജോയിൻറ്റ് പെയിൻ ആണ്. അതായത് പേഷ്യൻറ്റിന് ഫീവർ ഉണ്ടാവും, ബോഡിയിലെ റാഷസ് ഉണ്ടാവും, സിവിയർ ബോഡി പെയിൻ ഉണ്ടാവും, പിന്നെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കൊതുക് വഴി ഏഡിസ് ഈജിപ്തി പറഞ്ഞ കൊതുക, നമ്മുടെ ഡെങ്കു പനി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൊതുക ആണ്. ഇത് സ്പ്രെഡ് ചെയ്യുക. ഈ കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെയാണ് അത് കടിക്കുക, ഈവനിങ് ബൈറ്റ് ഉണ്ടാവില്ല. സോ യൂഷ്വൽ സിംറ്റംസ് എന്താ? കാലത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഫീവർ പോലെ വരും. വൈകുന്നേരം ആവുമ്പോൾ സിവിയർ ഹൈ ഗ്രേഡ് ഫീവർ ആവും, സിവിയർ ബോഡി പെയിൻ ഉണ്ടാവും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. ചിക്കൻഗുനിയയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റാഷസ്. നമ്മളുടെ ബോഡിയിലും ഫേസിലും റാഷ് വരും. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ചൊറിച്ചിൽ പോലെ ഉണ്ടാവും. ബട്ട് അതിൻ്റെ മെയിൻ സിംറ്റം അതല്ല. മെയിൻ സിംറ്റം ജോയിൻറ്റ് പെയിനാണ്. ഈ ജോയിൻറ്റ് പെയിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളുടെ കൈ, ഫിംഗേഴ്സ് അല്ലെങ്കിൽ റിസ്റ്റ് ജോയിൻറ്റ്, പിന്നെ പാദം ആൻഡ് ആങ്കിൾ ജോയിൻറ്റ്, ഇതാണ് ഏറ്റവും കോമൺ എഫക്റ്റഡ് ജോയിൻറ്റ്സ്. പിന്നെ രണ്ട് കയ്യിൽ ഒരുമിച്ചാണ് വരിക, ഒറ്റ കയ്യിൽ മാത്രമല്ല. റയറായിട്ട് ചില ആൾക്കാർക്ക് സ്പൈനും ബാക്കും അല്ലെങ്കിൽ ഇടുപ്പിലും എഫക്റ്റഡ് ആവും. എങ്ങനത്തെ ആൾക്കാർക്കാണ് സ്പൈനിൽ അല്ലെങ്കിൽ ഇടുപ്പിൽ എഫക്റ്റ് ആവുക? യൂഷ്വലി ഭയങ്കര സിക്കായിട്ട് ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ പ്രഷറുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്. ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾ പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഈ ഡിസീസിന് സിവിയറിറ്റി കൂടും. ചിക്കൻഗുനിയയും ആമവാദം തമ്മിൽ ബേസിക് ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. ചിക്കൻഗുനിയയുടെ ജോയിൻറ്റ് പെയിൻ നീരുണ്ടാവില്ല. ആമവാദത്തിൻ്റെ ജോയിൻറ്റ് പെയിൻ നീരുണ്ടാവും. അതായത് ചിക്കൻഗുനിയയിൽ ആർത്രാൾജിയ ഉണ്ടാവുക, ആമവാദത്തിൽ ആർത്രൈറ്റിസാണ് ഉണ്ടാവുക. ജോയിൻറ്റ് ഇങ്ങനെ വീർത്ത് വരും ആമവാദത്തിൽ. ചിക്കൻഗുനിയയിൽ അങ്ങനെ നീരുണ്ടാവില്ല. ചിക്കൻഗുനിയയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ടെൻഡൻസും എഫക്റ്റ് ആവും. അതായത് നമ്മളെ ഞരമ്പുകളും മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറിൽ ബാധിക്കും, പിന്നെ നമ്മൾ നെർവ്സിനും ബാധിക്കും. ആമവാദത്തിൽ ആ പ്രശ്നമില്ല. രണ്ടിൻ്റെയും ബേസിക് കാരണങ്ങൾ ഏകദേശം സെയിമാണ്. നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി ഡിപ്രസ്ഡ് ആവുമ്പോൾ, സപ്രസ് ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ബട്ട് ആമവാദം ഒരു ഇമ്മ്യൂണോളജിക്കൽ ഡിസോർഡറാണ്, ചിക്കൻഗുനിയ ഒരു വൈറൽ ഡിസോർഡറാണ്. ചിക്കൻഗുനിയയും ഡെങ്കു പനിയും രണ്ടും വൈറൽ ഡിസീസാണ്, വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസുകളാണ്. രണ്ടും മൊസ്കിറ്റോ ബോൺ, അതായത് ഏഡിസ് ഈജിപ്തി പറഞ്ഞൊരു മൊസ്കിറ്റോ കൊതുകാണ് ഇത് സ്പ്രെഡ് ആക്കുക. പക്ഷേ രണ്ടിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ്, ഡെങ്കു പനി നമ്മളുടെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കും. ചിക്കൻഗുനിയ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. യൂഷ്വലി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ചിക്കൻഗുനിയ ആണോ ഡെങ്കു പനിയാണോ. ബട്ട് രണ്ടുപേരുടെ സിംറ്റംസ്, ഇനീഷ്യൽ സിംറ്റംസ് സെയിമാ. എന്തൊക്കെ? ഹൈ ഗ്രേഡ് ഫീവർ, ബോഡി പെയിൻ, സിവിയർ ടയർഡ്നെസ്. ചില ആൾക്കാർക്കും ഡെങ്കു പനിയിലും ജോയിൻറ്റ് പെയിൻ വരും. ചില സബ്സെറ്റ് ആൾക്കാർക്ക് മാസങ്ങളോടും ഈ ജോയിൻറ്റ് പെയിൻ പെർസിസ്റ്റൻ്റ് ആയി നിൽക്കും. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ആകുമ്പോൾ ഇതെല്ലാം സെറ്റിലായി വരും. ഏതൊക്കെ ആൾക്കാർക്കാണ് പെർസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് വെച്ചാൽ ഈ പ്രതിരോധ ശേഷി സപ്രസ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ചിക്കൻഗുനിയ തലച്ചോറിലും ബാധിക്കും, മെനിഞ്ചൈറ്റിസ് വരാം, ലിവറിൽ ബാധിക്കാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം. സോ പ്രായമുള്ള ആൾക്കാരും കുറച്ച് ഇല്ലായ ആൾക്കാരും ശ്രദ്ധിക്കണം. ചിക്കൻഗുനിയയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അക്യൂട്ട് ഫേസ്, അതായത് പനിയുള്ള സമയത്ത് എന്തായാലും റെസ്റ്റും വേണം, പാരസെറ്റമോൾ കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ജെൻറ്റിലായിട്ട് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ ചെയ്യണം. ഫുൾ ബെഡ് റെസ്റ്റ് വേണ്ട, അത്യാവശ്യമൊക്കെ നടക്കാം. ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി ഒരു 10 days ആകുമ്പോൾ ഇതെല്ലാം സെറ്റിലായി വരും ഭൂരിഭാഗം ആൾക്കാർക്ക്. ബട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻറ്റ് പെയിൻ വരാണെങ്കിൽ എന്തായാലും അത് നമ്മൾ ട്രീറ്റിംഗ് ചെയ്യേണ്ടി വരും. ഇതിൽ തന്നെ ചികിത്സിക്കാൻ തന്നെ റുമറ്റോളജി പറഞ്ഞ വിഭാഗമുണ്ട്. അവരുടെ സ്പെസിഫിക് ആയി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഓർത്തോപെഡിക് സർജൻ എന്ന നിലയ്ക്ക് ചിക്കൻഗുനിയ യൂഷ്വലി ഡിഫോമിറ്റീസ് ഉണ്ടാക്കില്ല. എൻ്റെ റോൾ എന്താ? ജോയിൻറ്റ് ബെൻഡായാൽ അല്ലെങ്കിൽ ഡിഫോമിറ്റി വന്നാൽ പേഷ്യൻ്റെ കൈ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഞാൻ ഇടപെടാം. ചിക്കൻഗുനിയ അങ്ങനത്തെ ഒരു ഡിസീസ് അല്ല. അവസാനമായിട്ട് ചിക്കൻഗുനിയ ഒരു വൈറൽ ഡിസീസാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ ഒരു 2 to 3 വീക്സ് നിൽക്കുള്ളൂ. ബട്ട് പ്രൊലോങ്ഡ് ആയിട്ട് പെർസിസ്റ്റൻറ്റ് ജോയിൻറ്റ് പെയിൻ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടർ, ഓർത്തോപെഡിക് സർജൻ അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടി വരും. താങ്ക് യു.